IMD ഡയറക്ടർ കൂടിയായിട്ടുള്ള നീത കെ ഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മാഡം. ഇപ്പോൾ ശക്തമായ ഈ ചൂടിനിടയിൽ പലതരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട കേസുകൾ, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഏറെ ആകുലത തന്നെയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ്, എത്തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ കാലാവസ്ഥ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി പൊതുജനം ശ്രദ്ധിക്കേണ്ടത്? ഇനി നമ്മളൊരു ഇന്ന് നാളെ മറ്റന്നാൾ കൂടിയുള്ളൂ നമുക്ക് ഇതിന്റെ ഇത്തരത്തിലൊരു ചൂട് കൂടുതലുള്ള ഒരു സന്ദർഭം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അതായത് 17, 18, 19 തീയതികളിൽ അതിനുശേഷം നമ്മൾക്ക് 20-ാം തീയതി മുതൽ ഇടിമിന്നലോട് കൂടിയ ഒരു മഴ കിട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു ഹോട്ട് സ്പെല്ലിന് അല്ലെങ്കിൽ ഈ ചൂട് കൂടിയ അവസ്ഥയ്ക്ക് ഒരു താൽക്കാലിക ശമനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 3 ദിവസം ഇന്നലെ കുറച്ച് ചിലയിടങ്ങളിലെങ്കിലും മഴ പെയ്തിരുന്നു. തെക്കൻ ജില്ലകളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ കുറച്ച് ആകാശം മേഘാവൃതമായിരുന്നുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസം അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും കൂടിയ താപനില നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ ഉയർന്ന നിലയിൽ തന്നെ രേഖപ്പെടുത്താനാണ് സാധ്യത കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിയോളം താപനില പ്രതീക്ഷിക്കുന്നു. പുനലൂർ 39 ഡിഗ്രി. മറ്റ് ജില്ലകൾ ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും 37 അല്ലെങ്കിൽ 38 ഡിഗ്രി കൂടിയ താപനിലയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന 3 ദിവസങ്ങളിലേക്ക്. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും സൂചിപ്പിച്ച പോലെ ഈ ചൂട് കൂടുമ്പോൾ ചൂടിന്റെ ഫലം ദോഷകരമായ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ വൾനറബിൾ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്, അതായത് കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ മറ്റ് അസുഖ ബാധിതർ അല്ലെങ്കിൽ ഗർഭിണികൾ, ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഇതിന്റെ ഒരു ദോഷവശം ഏറ്റവും ആദ്യം അനുഭവിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവെ എല്ലാവരും ഈ ഉച്ച സമയത്ത് വെയിൽ ഒഴിവാക്കണം, പിന്നെ നിർജ്ജലീകരണമോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ നേരത്തെ എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ചും ഇതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള വൾനറബിൾ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന 3 ദിവസത്തേക്ക് കൂടി നമ്മൾ ഈ ഒരു അവസ്ഥ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി. ഇപ്പോൾ കേരളത്തിൽ അതികഠിനമായ ഈ ചൂടേൽക്കുമ്പോൾ വേനൽക്കാല താപനില ഇത്തരത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന ഈ താപനില കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മുൻകാലങ്ങളിൽ ലഭിച്ചത് 2024-നേക്കാൾ കൂടുതൽ ഒരു ചൂടായിരിക്കുമോ ഇത്തവണ നമുക്ക് അനുഭവവേദ്യമാകുന്നത്? അതുകൂടാതെ ഉഷ്ണതരംഗത്തിൻ്റെ പ്രതിസന്ധികളില്ലായിരുന്ന പല മേഖലകളിലേക്കും ഇപ്പോൾ കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അത് എത്തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? അത് 2024-നെക്കാളും ഭേദപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും 2026 എന്നാണ് പറയും ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്. 2024 നമുക്ക് എൽനിനോയുടെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് താപനില പല ജില്ലകളിലും വളരെ ഉയർന്ന നിലയിലായിരുന്നു. കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് ഏപ്രിൽ അവസാനത്തോടുകൂടി പല ദിവസങ്ങളിലും 40 ഡിഗ്രി കൂടുതൽ താപനില റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ ഈ വർഷം നമ്മൾ ആകെ ഒരു ദിവസം മാത്രമാണ് 40 കടന്നിട്ടുള്ളൂ. അത് 40.1 ഡിഗ്രി മാത്രമേ അതായിട്ടുള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഒരു താപനില ഈ വർഷം കേരളത്തിൽ വേറെ ഒരു സ്റ്റേഷനും റെക്കോർഡ് ചെയ്തിട്ടുമില്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് 2024 അത്രയും കാഠിന്യം ഈ വർഷം ഇല്ല എന്നാണ്. മാത്രമല്ല ഇങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ താപനില കൂടുതൽ അല്ലെങ്കിൽ ഹീറ്റ് വേവ് വരുന്ന ഉഷ്ണതരംഗം വരുന്ന വർഷങ്ങൾ എന്ന് പറഞ്ഞത് എൽനിനോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ എൽനിനോ ഇനി ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തോടു കൂടി തുടങ്ങുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേനൽക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് എൽനിനോ വരുന്നത് ഉള്ളതുകൊണ്ട് മാഡം ഇപ്പോൾ ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ അത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ ഉടനീളം നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കൂടി ചേർത്ത് പറയേണ്ടതാണോ? അത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘടകമാണ്. കാരണം കേരളത്തിലെ ഒരു ഏകദേശം നമുക്ക് റെക്കോർഡുള്ള വർഷങ്ങളിൽ മുഴുവൻ ഡാറ്റ എടുത്ത് അനാലിസിസ് നടത്തിയെന്ന് മനസ്സിലായത് കേരളത്തിലെ താപനില കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ നിലനിൽക്കെ തന്നെ അതിന്റെ കൂടെ എൽനിനോ പോലെയുള്ള ഘടകങ്ങൾ വരുമ്പോഴാണ്
ഈ ഹീറ്റ് വേവ് വരെ ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 2016 2024 നമ്മളെ സംബന്ധിച്ചുള്ള എൽനിനോ വർഷങ്ങളായിരുന്നു. ആ 2 വർഷങ്ങളാണ് നമുക്ക് ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത വർഷങ്ങളിൽ ഈ വേനൽച്ചൂടിന്റെ കാഠിന്യം അതൊന്നും ഉണ്ടാവും. പിന്നെ ഈ വർഷം എന്താ സംഭവിച്ചത്, നമുക്ക് വേനൽ മഴ കുറവായിരുന്നു. അപ്പം സൂര്യന്റെ രശ്മികളെ തടഞ്ഞു നിർത്താൻ മേഘങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് താപനില കൂടില്ല. ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്, വേനൽമഴ ഉണ്ടായിരുന്നെങ്കിലും വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലായിരുന്നു, ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ വ്യാപകമായിട്ട് മഴ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഈ വർഷം നമുക്ക് ഇങ്ങനെ ഒരു ചൂട് അനുഭവപ്പെടാനുള്ള ഒരു കാരണം ഈ വേനൽ മഴയുടെ കുറവായിട്ട് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. പിന്നെ ആദ്യം പറഞ്ഞ ഈ വർഷം മുഴുവൻ കൂടിയ താപനില രേഖപ്പെടുത്തി എന്ന് പറയുന്നത് നമ്മൾ 2024 കണക്ട് ചെയ്ത് വീണ്ടും അത് പറയേണ്ടി വരും. 2024 നമുക്ക് ഉഷ്ണതരംഗം ഉണ്ടായിരുന്നു, പിന്നെ മഴക്കാലം വന്നു, അതിനുശേഷം നമ്മുടെ താപനില കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2025 ഫെബ്രുവരിയിലാണ് നമ്മൾ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തത് കുറച്ച് ദിവസങ്ങൾക്കാണെങ്കിൽ പോലും. അപ്പം നമുക്ക് പക്ഷേ മാർച്ച് 1 മുതൽ വേനൽ മഴ തുടങ്ങിയുണ്ട്. 2025 വേനൽക്കാലം, അതായത് നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ അങ്ങനെ ഒരു ഉഷ്ണതരംഗ സാധ്യതയോ അല്ലെങ്കിൽ ഉയർന്ന താപനിലയ്ക്ക് മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ കടന്നുപോയി. പക്ഷെ താപനിലയുടെ മുന്നറിയിപ്പ് നമ്മൾ കൊടുത്ത 24-ന്റെ തുടർച്ചയായി വന്ന 2025 ആദ്യ മാസങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളുടെ ഈ ഒരു ഗ്ലോബൽ, നമ്മുടെ ഒരു കേരളത്തിലെ ഈ ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ഉള്ളതിന്റെ കൂട്ടത്തിൽ എല്ലിനോ പോലെയുള്ള ഫീച്ചേഴ്സ് വരുമ്പോഴാണ് നമ്മൾക്ക് അതികഠിനമായ വേനലും ഉഷ്ണതരംഗവും ഉണ്ടാകുന്നത്. ശരി ശരി നമ്മോടൊപ്പം നീത കെ ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.